നമസ്കാരം, എല്ലാവർക്കും കുമാർ കണക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഡിസംബർ 5 വ്യാഴം വീണ്ടും രാശി മാറുകയാണ്. 2025-26 കാലഘട്ടത്തിൽ 3 തവണയാണ് വ്യാഴം രാശി മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കന്നിരാശിക്കാർക്ക് വ്യാഴം മെയ് 14 ശേഷം ഒക്ടോബർ 18 വരെ കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിലായിരുന്നു നിലകൊണ്ടിരുന്നത്. എന്നിരുന്നാലും ഈ ഒരു വ്യാഴം ഇവർക്ക് കർമ്മഭാവത്തിൽ വന്നിരുന്നാലും വലിയ ദോഷങ്ങളൊന്നും സൃഷ്ടിച്ചിരുന്നില്ല. ശേഷം ഒക്ടോബർ 18 വീണ്ടും വ്യാഴം ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് മാറുകയുണ്ടായി. ഇത് ഇവർക്ക് കുറച്ചും കൂടി നേട്ടങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരു കാലം തന്നെയാണ്. കാരണം വ്യാഴം 11ാം ഭാവത്തിൽ വരുമ്പോൾ ലാഭസ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും നേട്ടങ്ങൾ ലഭിച്ച സമയമാണ്. ധനനേട്ടവും അതുപോലെ തന്നെ സാമ്പത്തികമായി പ്രതിസന്ധിയിലായിരുന്നവർക്കെല്ലാം സാമ്പത്തികം തിരിച്ചു കിട്ടി ജീവിതത്തിൽ ഉയർച്ചയൊക്കെ വന്നിരുന്ന ഒരു സമയമാണ്. ഒപ്പം സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് വളരെയധികം ഉന്നതിയിലൊക്കെ എത്താൻ സാധിച്ച ഒരു സമയമാണ്. മെയ് 14 ശേഷം ജോലിയിലൊക്കെ സ്ഥാനമാറ്റം ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ ഒരു കാലയളവിൽ ജോലിയിലൊക്കെ സ്ഥാനമാറ്റമൊക്കെ പ്രൊമോഷനൊക്കെ ലഭിച്ചിട്ടുണ്ടാവാം. ഇനി നമുക്ക് ഡിസംബർ 5 ശേഷമുള്ള ഫലത്തെ നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഡിസംബർ 5 വ്യാഴം വീണ്ടും 10ാം ഭാവത്തിലേക്ക് വരികയാണ്. 3, 6, 8, 12 ഭാവങ്ങളെ സ്വാധീനിക്കുന്ന ഈ ഒരു വ്യാഴം കർമ്മഭാവത്തിലേക്ക് വരുമ്പോൾ ചെറിയ തോതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം കർമ്മഭാവത്തിലേക്ക് വരുന്ന ഈ ഒരു വ്യാഴം നിങ്ങൾക്ക് ജോലി സ്ഥലങ്ങളിലൊക്കെ ചെറിയ തോതിലൊക്കെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ജോലിയിൽ സ്ഥാനമാറ്റം അല്ലെങ്കിൽ ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തൽക്കാലം നിങ്ങൾ ഡിസംബർ 5 ശേഷം 2026 മെയ് മാസം വരെയെങ്കിലും ആ ഒരു ജോലിയിൽ തുടരുന്നതായിരിക്കും നല്ലത്. കൂടാതെ നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് എന്തെങ്കിലും തരത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അവരുമായിട്ട് നല്ല ഒരു ബന്ധമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ അനുകൂലമാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഉയർന്ന ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ സ്വന്തം നിലയിൽ ഡിസിഷനൊന്നും എടുക്കാതെ കുറച്ച് സീനിയേഴ്സുമായിട്ടൊക്കെ നിങ്ങളുടെ സീനിയേഴ്സുമായിട്ടൊക്കെ ആലോചിച്ചും ചിന്തിച്ചുമൊക്കെ ഡിസിഷൻ എടുക്കാൻ നോക്കുക. എല്ലാ കാര്യങ്ങളുമൊക്കെ വളരെയധികം ബുദ്ധിപൂർവ്വം മാത്രമേ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാർക്ക് ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. എന്നിരുന്നാൽ 2026 പകുതിക്ക് ശേഷം വ്യാഴം വീണ്ടും 11ാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ ഇവർക്ക് വീണ്ടും മെച്ചങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ജോലിയിൽ സ്ഥലമാറ്റവും ഒപ്പം പ്രമോഷനും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. വിവാഹാദി മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഇനി നമുക്ക് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതിന് ഈ കർമ്മഭാവത്തിൽ വന്ന വ്യാഴത്തിൻ്റെ ചെറിയ ഈ ദോഷഫലങ്ങളെയൊക്കെ മാറ്റുന്നതിന് വിഷ്ണു കൃഷ്ണൻ മുഖ്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്താവുന്നതാണ്.